VHP സംസ്ഥാന അധ്യക്ഷൻ വിജി തമ്പി ചേരുകയാണ്. ശ്രീ വിജി തമ്പി, ഈ ശബരിമല സ്വർണ്ണ കവർച്ചയുമായി ബന്ധപ്പെട്ടിട്ട് ഒരുപാട് അപ്ഡേറ്റ്സ് വരുന്ന ദിവസമാണ് ഇന്ന്. ഇപ്പോൾ തന്ത്രിയെ ചോദ്യം ചെയ്യുന്നുണ്ട് SIT. അതോടൊപ്പം തന്നെ EDയുടെ ഒരു അന്വേഷണം ഈ കേസിൽ വരുന്നു. എങ്ങനെയാണ് താങ്കൾ ഈ വിഷയത്തെ നോക്കിക്കാണുന്നത്? കേന്ദ്ര ഏജൻസികൾ കൂടി അന്വേഷണ പരിധിയിലേക്ക് വരുമ്പോൾ യഥാർത്ഥത്തിൽ പറഞ്ഞാൽ കേരളത്തിലെ ഒരു SITയുടെ അന്വേഷണം കൊണ്ടോ ഒന്നും ഇതെങ്ങും എത്തില്ല എന്ന് ആദ്യം മനസ്സിലാക്കിയത് വിശ്വഹിന്ദു പരിഷത്താണ്. അതുകൊണ്ടാണ് വിശ്വഹിന്ദു പരിഷത്താണ് ആദ്യമായിട്ട് ഹൈക്കോടതിയിൽ ഈ വിഷയം, ഈ സ്വർണ്ണക്കൊള്ള കേന്ദ്ര ഏജൻസികൾ CBI അല്ലെങ്കിൽ ED അതുപോലുള്ള ഏജൻസികൾ അന്വേഷിക്കണമെന്ന് പറഞ്ഞ് ഹൈക്കോടതി ഹർജി ഫയൽ ചെയ്തത് വിശ്വഹിന്ദു പരിഷത്താണ്. കാരണം ഹൈക്കോടതിയുടെ നിരീക്ഷണത്തിലാണെങ്കിലും ഇത് അന്വേഷിക്കുന്ന ആരാണ്? ഇവിടുത്തെ കേരള പോലീസാണ്. ഈ കേരള പോലീസ് എന്ന് പറയുമ്പോൾ അവർക്ക് ഒരുപാട് പരിമിതികളുണ്ട്. പ്രത്യേകിച്ചും ഈ രാഷ്ട്രീയ ഒരു സാഹചര്യത്തിൽ ഇപ്പോൾ ആ രാഷ്ട്രീയ പാർട്ടികളിൽ തന്നെ പെട്ട ആൾക്കാർ തന്നെ ഇതിൽ പ്രതികളായി വന്നിരിക്കുകയാണ്. പ്രധാനമായിട്ടും തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ 2 മുൻ പ്രസിഡന്റുമാർ ഇന്ന് ജാമ്യം പോലും കിട്ടാതെ ജയിലറയ്ക്കുള്ളിലാണ്. അപ്പൊ അതുപോലെ തന്നെ ഒരുപാട് ആൾക്കാർ ഇതിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇപ്പോഴും ഇതിനകത്ത് ഒരുപാട് വ്യക്തതയില്ലാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട്. കാര്യം ഈ പറഞ്ഞ ഓരോ ദിവസവും ഓരോ പുതിയ പുതിയ വാർത്തകളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ആദ്യം ഒരു ദ്വാരപാലക ശില്പത്തിന്റെ ഒരു ഗോളകയിൽ തുടങ്ങി അവസാനം അത് കട്ടളപ്പടിയായി, പിന്നെ വാതിലായി, അങ്ങനെ ഓരോന്നായിട്ട് ആ ശബരിമലയിലെ മൊത്തം സ്വർണം 30 കിലോയിലപ്പുറം സ്വർണം പണ്ട് വിജയ് മല്യ കൊടുത്തത് മൊത്തം അവിടുന്ന് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടോ എന്ന് പോലും സംശയിക്കുന്ന അവസ്ഥയിലേക്കാണ് ഇപ്പൊ കാര്യങ്ങൾ എത്തി നിൽക്കുന്നത്. അപ്പൊ ഈ ഒരു അവസ്ഥയിൽ ഇത് എവിടേക്ക് എത്തും? ഇപ്പോ ഗോവർദ്ധന ആയാലും ശരി, ഭണ്ഡാരി ആയാലും ശരി, ആരായാലും ശരി, ഇവർ കൊടുത്ത പണം അങ്ങോട്ട് പോയി. SIT ഇന്ന് വരെ അക്കാര്യത്തിൽ മൗനം വീക്ഷിക്കുകയാണ് ചെയ്യുന്നത്. കോടിക്കണക്കിന് രൂപ പണം വന്നിട്ടുണ്ടല്ലോ, ഇത് ആരുടെ കൈകളിലേക്കൊക്കെ പോയി? ഉണ്ണികൃഷ്ണൻ പൊടിയുടെ കയ്യിൽ തന്നെയാണോ ഇപ്പോഴും നിലനിൽക്കുന്നത്, അല്ലെങ്കിൽ അത് ആർക്കൊക്കെ കൊടുത്തു? ആ ഒരു വിഷയത്തിൽ SIT ഇന്നേ വരെ ഒരു അക്ഷരം വേണ്ടിയിട്ടില്ല. അപ്പൊ ഇതൊരു അന്തർദേശീയ ഒരു വലിയൊരു ഗൂഢസംഘം ഇതിന്റെ പിന്നിലുണ്ട്. ഇതിൽ പല അന്നത്തെ ദേവസ്വം ബോർഡ്, ദേവസ്വം മന്ത്രിക്കോ ഇപ്പോഴത്തെ ദേവസ്വം മന്ത്രിക്കോ അല്ലെങ്കിൽ പല രാഷ്ട്രീയക്കാർക്കോ ഇതിനകത്ത് പങ്കുണ്ടോ ഇല്ലയോ എന്ന് നമുക്കിപ്പോ വ്യക്തമല്ല. അപ്പൊ ഇതെല്ലാം കൃത്യമായ അന്വേഷണത്തിലൂടെ പുറത്തു വരേണ്ടതാണ്. പുറത്തു വന്നേ പറ്റൂ. കാരണം ഇതൊരു അയ്യപ്പസ്വാമിയുടെ ഒരു നിശ്ചയമാണ്. കാര്യം ഇതല്ലെങ്കിൽ ഇതൊരിക്കലും പുറത്തു വരില്ലായിരുന്നു. ഇത് എവിടെയോ മൂടപ്പെട്ടു പോയേനെ. പക്ഷേ പമ്പയിൽ ഒരു അവിശ്വാസി സമ്മേളനം ശ്രീ പിണറായി വിജയൻ വിളിക്കാൻ തോന്നിയതാണ് ഇതിന്റെ തുടക്കം. അവിടുന്നാണ് ഈ കാര്യങ്ങൾ പുറത്തു വന്നു തുടങ്ങിയത്. അയ്യപ്പസ്വാമിയുടെ നിശ്ചയമാണ്. തീർച്ചയായിട്ടും ഇത് കേന്ദ്ര ഏജൻസികൾ വന്നാൽ മാത്രമേ ഉള്ളൂ. അതായത് ഒരു വസ്തുനിഷ്ഠമായ ഒരു സ്വതന്ത്രമായ ഒരു അന്വേഷണത്തിലൂടെ മാത്രമേ ഇതിൽ യഥാർത്ഥ പ്രതികളിലേക്ക് എത്തുകയുള്ളൂ. ഈ യഥാർത്ഥ പ്രതികളിലേക്ക് എത്തുമ്പോൾ പലപ്പോഴും ചിലപ്പോൾ നമ്മൾ ഞെട്ടിപ്പോകുന്ന രീതിയിലായിരിക്കും ഇതിന്റെ പര്യവസാനം വരിക എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. എന്തായാലും ഭഗവാന്റെ ഒരു നിശ്ചയം ഇതിന്റെ പിന്നിലുണ്ട്, ഭഗവാന്റെ ശക്തി ഇതിന് പിന്നിലുണ്ട്. ഇത് തീർച്ചയായിട്ടും ഇത് പുറത്തു വരിക തന്നെ ചെയ്യും.